ഇ.പി. ജയരാജന്റെ ആത്മകഥ ഇതാണെന്റെ ജീവിതം പുറത്തിറങ്ങി. മുഖ്യമന്ത്രി പിണറായി വിജയൻ കഥാകൃത്ത് ടി. പത്മനാഭന് നൽകി പ്രകാശനം ചെയ്തു. വൈദികം റിസോർട്ട് വിവാദത്തിൽ ബന്ധപ്പെട്ടവർ വ്യക്തവരുത്തിയിരുന്നതിൽ വ്യക്തിപരമായ അധിക്ഷേപങ്ങൾ നിലയ്ക്കുമായിരുന്നുവെന്ന് ആത്മകഥയിൽ ഇ.പി. ജയരാജൻ പറയുന്നു. LDF കൺവീനർ സ്ഥാനത്ത് നിന്ന് മാറ്റിയ തീരുമാനത്തിലെ പ്രയാസം കേന്ദ്ര കമ്മിറ്റിയെ അറിയിച്ചിരുന്നെന്നും ആത്മകഥയിലുണ്ട്. ഇതാണ് എൻ്റെ ജീവിതം. 6 പതിറ്റാണ്ടിനടുത്ത രാഷ്ട്രീയ ജീവിതം വിവരിക്കുന്ന ഇ.പി. ജയരാജന്റെ ആത്മകഥ. ഞാൻ ജീവിച്ചിരിക്കുന്നു എന്ന തലക്കെട്ടിൽ ട്രെയിനിലെ വെടിവെപ്പ് സംഭവത്തിൽ തുടങ്ങി ഇനിയും മുന്നോട്ട് എന്ന അവസാന അധ്യായത്തിലെത്തുമ്പോൾ രാഷ്ട്രീയ ഇടപെടലുകൾ, വിവാദങ്ങൾ, നേതാക്കൾ, കുടുംബം, ബാല്യം, മന്ത്രിസ്ഥാനം തുടങ്ങിയവയെല്ലാം പ്രതിപാദിക്കുന്നതാണ് ആത്മകഥ. കണ്ണൂരിൽ നടന്ന ചടങ്ങിലായിരുന്നു പ്രകാശനം. 6 പതിറ്റാണ്ടിലേറെ നീണ്ട സാംസ്കൃതികമായ തൻ്റെ പൊതുജീവിതത്തെയാണ് ഈ ആത്മകഥയിലൂടെ ഇ.പി. ജയരാജൻ അവലോകനം ചെയ്യുന്നത്. ആത്മകഥയിൽ ഇ.പി. പറഞ്ഞ പലതിനോടും വിയോജിപ്പെങ്കിലും സ്നേഹബന്ധത്തിന്റെ പേരിൽ ഇ.പി.യുടെ ഉദ്യമത്തിന് ആശംസകളെന്ന് P.K. കുഞ്ഞാലിക്കുട്ടിയും P.S. ശ്രീധരൻ പിള്ളയും. ജീവിതം കൊണ്ട് അദ്ദേഹം ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അതിനും തർക്കമില്ല. ഞാനൊരു വ്യവസായ മന്ത്രിയായിരുന്നു, അദ്ദേഹം ഒരു വ്യവസായ മന്ത്രിയായിരുന്നു. അതൊക്കെ എടുത്ത് പ്രസിദ്ധീകരിക്കാൻ ഞാനിപ്പോൾ മുതിരുന്നില്ല. 4 മതിലുകളാകുന്ന പ്രസ്ഥാനത്തിന്റെ ചട്ടക്കൂടുകളെ ലംഘിക്കാതെ അതിനപ്പുറത്തേക്ക് പൊതുസമൂഹത്തിലേക്ക് പോകാൻ സാധിച്ചു എന്നുള്ളതാണ് അദ്ദേഹത്തിന് ഏറ്റവും വലിയ നേട്ടമായി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. വൈദേകം, ജാവദേക്കർ വിവാദങ്ങൾ വിശദമായി തന്നെ ജയരാജൻ ആത്മകഥയിൽ തുറന്നെഴുതിയിട്ടുണ്ട്. വൈദേകം റിസോർട്ട് വിവാദത്തിൽ ഒരു സ്വകാര്യ കമ്പനിയെ സഹകരണ സ്ഥാപനത്തെ പോലെ സഹായിക്കാൻ പാടുണ്ടോ എന്ന് മാത്രമാണ് P. ജയരാജൻ സംസ്ഥാന കമ്മിറ്റിയിൽ ചോദിച്ചത്. ജയരാജൻ ഉന്നയിച്ച വിഷയം പക്ഷേ വളച്ചൊടിച്ച് പ്രചരിപ്പിച്ചു. വിവാദങ്ങളിൽ ബന്ധപ്പെട്ടവർ വ്യക്തത വരുത്തിയിരുന്നെങ്കിൽ തനിക്കെതിരായ വ്യക്തിപരമായ അധിക്ഷേപങ്ങൾ നിലയ്ക്കുമായിരുന്നുവെന്ന് ഇ.പി. ആത്മകഥയിൽ അഭിപ്രായപ്പെട്ടു. പ്രകാശ് ജാവദേക്കർ ഇ.പി. കൂടിക്കാഴ്ചയും ആത്മകഥയിൽ വിശദീകരിക്കുന്നുണ്ട്. മകന്റെ വീട്ടിൽ വന്ന് ജാവദേക്കർ പരിചയപ്പെട്ടതിനെ താൻ BJPയിലേക്ക് എന്ന രീതിയിൽ പ്രചരിപ്പിച്ചവരിൽ ഒരാൾ ശോഭാ സുരേന്ദ്രനാണ്. അവർ തന്റെ മകനെ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയാക്കാൻ ശ്രമം നടത്തിയെന്നും ഇ.പി. വെളിപ്പെടുത്തുന്നു. എറണാകുളത്ത് വെച്ച് മകനെ പരിചയപ്പെട്ട് ഫോൺ നമ്പർ വാങ്ങിയ ശേഷം നിരന്തരം ഫോണിൽ ബന്ധപ്പെടാൻ ശ്രമിച്ചു. നിരന്തരമായ ഫോൺ വിളി സദുദ്ദേശത്തോടെയല്ലെന്ന് കണ്ട് മകൻ പിന്നീട് പ്രതികരിച്ചില്ലെന്നും ആത്മകഥയിൽ പറയുന്നു. LDF കൺവീനർ സ്ഥാനത്ത് നിന്ന് മാറ്റിയ തീരുമാനത്തിൽ ജയരാജന് പരാതി ഉണ്ടായിരുന്നു എന്ന സൂചനയും ആത്മകഥയിലുണ്ട്. പ്രയാസം കേന്ദ്ര കമ്മിറ്റിയെ അറിയിച്ചിരുന്നെന്നും പാർട്ടി തീരുമാനം തുറന്ന മനസ്സോടെ സ്വീകരിക്കുകയും അംഗീകരിക്കുകയും ചെയ്തുവെന്നും ജയരാജൻ പറയുന്നു. ന്യൂസ് മലയാളം, കണ്ണൂർ.